പോർച്ചുഗലിൽ നമ്മുടെ സ്റ്റേ ആണ്, നമ്മുടെ വീടാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയി ചായ കുടിക്കാൻ പോവുകയാണ്. നമുക്കിവിടെ പോർച്ചുഗലിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എത്രയൊക്കെയാണ് ചിലവെന്ന് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് റൊണാൾഡോയുടെ നാടായ പോർച്ചുഗലിലോട്ടാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ജർമ്മനിയിലെ കൊളോൺ എയർപോർട്ടിൽ നിന്നാണ്. ഇവിടുന്ന് ഫ്ലൈറ്റ് ഏകദേശം 6 മണിക്ക് 6:10 എടുത്തിട്ട് നേരെ അവിടെ 8:15 എത്തും. ശരിക്കും ഇന്ന് മലയാളികൾ ഗൾഫിന് പകരമായിട്ട് പോകുന്ന ഒരു നാടാണ് പോർച്ചുഗൽ. കാരണം ഇവിടെ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, അതുപോലെ കെയറിങ്, അങ്ങനെ പല മേഖലകളിലോട്ട് ആണ് മലയാളികളിപ്പോൾ കൂടുതലായിട്ട് പോർച്ചുഗലിൽ പോകുന്നത്. ഇന്ത്യയുടെ സമയവും പോർച്ചുഗലിലെ ടൈമും വെച്ച് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ 4.5 മണിക്കൂർ പുറകിലായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പോകുന്നത് റൈനെയറിലാണ് കേട്ടോ. റൈനെയർ നമുക്കറിയാം യൂറോപ്പിലെ അത്യാവശ്യം ചീപ്പായിട്ടുള്ളൊരു എയർലൈൻസ് ആണല്ലേ. അങ്ങനെ നമ്മൾ നടന്നാണ് നേരെ ഫ്ലൈറ്റിലോട്ട് കയറുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എയർ ബ്രിഡ്ജും കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ ഓപ്പറേഷൻ കോസ്റ്റ് ശരിക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു നടന്ന് കയറുന്ന ഒരു പരിപാടിയൊക്കെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കോസ്റ്റ് കൂടും. അപ്പം നമുക്ക് ടിക്കറ്റിൻ്റെ പ്രൈസും അതുപോലെ കൂടും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ജർമ്മനിയിലെ കൊളോൺ എയർപോർട്ടിൽ നിന്നും പോർച്ചുഗലിലെ ലിസബൺ നഗരത്തെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ടോ, നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് കൊളോൺ നഗരത്തിലെ കാഴ്ചകളാണ്. റൈൻ നദി നമുക്ക് കാണാം. ഫ്ലൈറ്റ് ഏകദേശം 3 മണിക്കൂർ എടുക്കും ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ലിസ്ബൺ വരെ. അപ്പോൾ അവിടെ 8 മണിക്ക് എത്തും. നമ്മൾ ഇപ്പോൾ ഒരു വെള്ളം വാങ്ങാൻ പോവുകയാണ് ഫ്ലൈറ്റിൽ നിന്ന്. നല്ല റേറ്റാണ് കേട്ടോ. ഫ്ലൈറ്റിലൊക്കെ വെള്ളത്തിന് ഏകദേശം 4 യൂറോയോളം വരും. നോക്കാം എത്ര വരുമെന്ന്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു ബോട്ടിലിന് 4 യൂറോ ആയി കേട്ടോ, ഒരു ബോട്ടിൽ വാട്ടർ. പിന്നെ ഒരു ബോട്ടിൽ ഒരു ചെറിയ കൊക്കോകോള വെച്ചു, ഇതിനും 3.8 യൂറോ ആയി. നല്ല എക്സ്പെൻസീവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസബൺ സിറ്റിയുടെ മുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8:05 ആയിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ലാൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോർച്ചുഗലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ പോകണം. ഇപ്പം ഓക്കെ, ലിസബൺ എയർപോർട്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കാരണം നമ്മളൊരു ബസ്സിൽ കുറച്ച് ദൂരം വന്നിട്ടാണ് നമ്മൾ മെയിൻ ആ ഒരു ഓഫീസിലോട്ട് വന്നത്. അപ്പോൾ എക്സിറ്റും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്, യൂറോപ്പ് കാർ. അവിടെ പോയിട്ട് കാറിൻ്റെ കീ നമുക്ക് കളക്ട് ചെയ്യണം. അതുപോലെ കാർ എടുത്തിട്ട് നേരെ നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷനിലോട്ട് പിന്നീട് യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഏവിസ്, ബഡ്ജറ്റ്, യൂറോപ്പ് കാർ, നമ്മുടെ യൂറോപ്പ് കാറുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് സിക്സ്റ്റ്, എല്ലാ റെൻ്റൽ കമ്പനീസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കാർ എടുക്കാൻ പോവുകയാണ്. നമ്മൾ യൂറോപ്പ് കാറിൽ നിന്നാണ് എടുത്തത്. ഇനി വളരെ ഫാസ്റ്റായിരുന്നു കേട്ടോ, കാരണം ഞാൻ സ്ഥിരമായിട്ട് യൂറോപ്പ് കാറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നേരെ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് കാർ റെൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് കാറിൻ്റെ കീ എടുത്തിട്ട് നമ്മൾ നേരെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ സിറ്റിയിലോട്ടൊക്കെ പോകുന്നവർക്ക്, ലിസബൺ സിറ്റിയിലോട്ട് പോകുന്നവർക്ക് ഇവിടെ നിന്ന് തന്നെ സ്ട്രൈറ്റ് ബസ് കിട്ടും. ബസ്സിൻ്റെ ആ ഒരു ടെർമിനലാണ് കേട്ടോ ഇത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പല സൈഡിലോട്ടുള്ള ബസ്സുകൾ ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ കാർ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, അവർ ഈ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് കാറ് തന്നിരിക്കുന്നത്. കണ്ടോ, ഓരോ നമ്പറുണ്ട്. അപ്പം നമ്മുടെ നമ്പർ 193 നമ്മുടെ കാറാണിത്. ടൊയോട്ടയുടെ കാറാണ്, വളരെ കുട്ടിക്കാറാണ്. ഇതില അപ്പോൾ ഇതാണ് ടൊയോട്ടയുടെ ഐഗോ. ചെറിയ ഒരു 1 ലിറ്റർ ഹാച്ച് ബാക്ക് കാറാണ്. നമുക്കധികം സിറ്റി റൈഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ചെറിയൊരു കോമ്പാക്റ്റ് കാർ നമ്മളെടുത്തത്. അതുപോലെ ചീപ്പുമാണ് കുറച്ച്.
ഓക്കെ, വളരെ ചെറിയൊരു ഡിക്കി സ്പേസ് ആണ്. 3 ചെറിയ ബാഗ് വെച്ചപ്പോൾ തന്നെ ഡിക്കി എല്ലാം തീർന്നു. കഷ്ടിച്ച് ഒരു 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് ഇരിക്കാം. വളരെ സ്പേസ്. 2 പേർക്കേ പറ്റുള്ളൂ. ആ, ബാക്കിൽ 2 പേർക്ക് ഇരിക്കാം, ഫ്രണ്ടിൽ 2 പേർക്ക് ഇരിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ പോർച്ചുഗലിലെ ലിസബോണിലെ വീട്ടിലാണ്. കിടിലം വീടാണ്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ സൈഡിൽ നല്ല ചിത്രങ്ങളൊക്കെ വെച്ച് നല്ല ഡെക്കറേഷൻസ് ഒക്കെ ആണ്. ഇതാണ് ഹാള്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം പഴയ സംഭവങ്ങളാണ് കേട്ടോ. നമുക്കിവിടുന്ന് ആദ്യം കാണുന്ന ഈ ഒരു റൂമിലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് ഒരു ബാത്റൂം. ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഷെൽഫ് പോലെയൊക്കെ ഉണ്ട്. നമുക്ക് അകത്ത് നോക്കാം എന്താണ് സെറ്റപ്പാണ്. അടിപൊളി. ഇതുണ്ടോ, നല്ലൊരു ബാത്തിങ് ഏരിയ ഉണ്ട്. ഇതൊരു ഹീറ്ററാണ് കേട്ടോ, ഹീറ്റിംഗ് ഉണ്ട്. അതുപോലെ വാഷ് ബേസ് ഒക്കെ നല്ല കിടിലായിട്ടുണ്ട്. ഇതാണ് ഒരു ബാത്റൂം. ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഡ്രസ്സ് മാറാനുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വെച്ചൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾ സാധാരണ ഉള്ള പോലെയുള്ള ഒരു സെറ്റപ്പാണ്. കൊള്ളാം. ഇനി നമുക്ക് അടുത്ത റൂം കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോള്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു TV ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് ഒരു ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ടേബിൾ ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഭരണി പോലെയൊക്കെ നല്ലൊരു പഴയൊരു സെറ്റപ്പാണ്. പഴയൊരു അലമാരയൊക്കെ നമുക്ക് കാണാം. ചുവരിൽ ചിത്രങ്ങളും ബാക്കിയുള്ള പരിപാടികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു ഡൈനിങ് ടേബിളാണ്. ഇവിടെ കണ്ടോ. ഓക്കെ, ഇതെന്താ ഐസ് കേട്ടോ. ഓക്കെ, നമുക്ക് കിച്ചണിലോട്ട് വരാം. കിച്ചണിൽ നോക്കുകയാണെങ്കിൽ കൊള്ളാം, നല്ലൊരു കിച്ചണാണ്. നല്ലൊരു ഏരിയൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ കുറച്ച് ചായയും കോഫി പൗഡറാണോ? കോഫി പൗഡറും ചായ എല്ലാം ഉണ്ടല്ലേ. ചായ പൗഡറും പിന്നെ മിൽക്ക് പൗഡർ എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കാം. ഒന്നും തന്നെ വെച്ചിട്ടില്ല. ഇവിടെ ഒരു കോഫി മെഷീനുണ്ട്, ചെറിയൊരു കോഫി മെഷീനാണ്. വാട്ടർ ഹീറ്ററുണ്ട്, കപ്സൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ കപ്സും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. വൈൻ ഗ്ലാസ് ഉണ്ട്, പ്ലേറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും കിച്ചൺ എല്ലാം പെർഫെക്റ്റ്ലി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് കിഡ്സ് റൂം കാണാം. ഇത് കിഡ്സ് റൂം നോക്കുകയാണെങ്കിൽ ചെറിയ 2 ബെഡാണുള്ളത്. ഇതെല്ലാം പഴയ ഫർണിച്ചേഴ്സാണ്. ഇവിടെ ഒരു TV ഉണ്ട്, പിന്നെ ഒരു ടേബിള്, ചെറിയൊരു പഠിക്കാൻ പറ്റിയൊരു ചെറിയ ടേബിളാണ് തോന്നുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം വലിയ വാർഡ്രോബാണ്. ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു വലിയ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കള്ളന്മാരെ ശല്യം ഉണ്ടാവും, അതായിരിക്കും. പൊതുവേ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഞാൻ ആദ്യം വീടുകളിലൊന്നും കണ്ടിട്ടില്ല, ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹാളിലാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ്. ഇവിടെ ഒരു ടേബിളുണ്ട്, ഡൈനിങ് ടേബിള്, പിന്നെ നല്ലൊരു സോഫ, വലിയൊരു സോഫയാണിത്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ റൂംസും നമ്മൾ മെയിൻ റൂമും മെയിൻ ഹാളുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതൊരു ടേബിളാണോ? ചെറിയൊരു ടേബിളാണല്ലോ. വളരെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് കസേരയിൽ ചെറിയൊരു TV ആണ് അല്ലേ? ചെറുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിനടുത്ത് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്ട്രീറ്റിലാണ് പാർക്ക് ചെയ്തത്. നമുക്കറിയില്ല എങ്ങനെ സേഫാണോ അല്ലേ എന്നുള്ളത്. അപ്പം ഞാനൊരു പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തത്. അവിടെ ആകുമ്പോൾ ക്യാമറ ഉണ്ടായിരുന്നു, അതുപോലെ നല്ല ലൈറ്റും ഉണ്ടായിരുന്നു. ഞാൻ ആ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, ഈ കാണുന്നതാണ് പെട്രോൾ പമ്പ്. കാറ് സേഫായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. പൊതുവേ ഇതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ, ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെയാണ് പൊതുവേ പ്രശ്നമുള്ളത്. നമ്മൾ നേരെ ചൊവ്വേ പാർക്ക് ചെയ്തില്ലെങ്കിൽ കള്ളന്മാർ വന്ന് കാറ് തല്ലി പൊട്ടിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. ഓക്കെ, നമ്മുടെ കാർ ഇവിടെ സേഫായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാറൊക്കെ സേഫായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വീട്. ഈ കാണുന്ന പച്ച ഗേറ്റാണ് കേട്ടോ വീട്. ഓക്കെ, അടുത്ത് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനിലാണ്. നമുക്ക് ലിസബോണിൽ എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്ന് നമുക്കൊന്ന് പൊതുവെ പരിശോധിക്കാം. അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഈ ബേക്കറിയുടെ പേര് ടൊറ ഡിൻഹ അങ്ങനെ തോന്നാം കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പോർച്ചുഗലിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച് കഴിക്കാൻ പോവാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുകയാണ്. അപ്പം നമ്മൾ തുറന്നു. ഇത് ഹാം അതുപോലെ ചീസൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇത് നോക്കിയാൽ ഒരു കട്ട്ലറ്റ് പോലെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ സാധനമാണ്. അപ്പം നമുക്ക് ഇതെന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പൊതുവെ ഇവിടെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ബേക്കറിയിലൊക്കെ ചാർജ് കുറവാണ്. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു കോഫി വാങ്ങിച്ചിട്ട് തന്നെ ഏകദേശം 11 യൂറോ ആയിട്ടുള്ളൂ 3 പേർക്കുള്ള ഫുഡ്. കൊള്ളാം, നല്ല ബ്രെഡാണ്. അതുപോലെ ഹാമും ചീസും ഒക്കെ വെച്ച് നല്ല കിടിലമായിട്ട് സാൻഡ്വിച്ച് ചെയ്തതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. മൊത്തം ചുവപ്പ് മയമാണ്. ഏകദേശം 100,000-ഓളം ഇന്ത്യക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. ലിസബണിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പോർട്ടോ സിറ്റിയിലും ഇന്ത്യക്കാർ ധാരാളമായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ലിസബണിലാണ്. ഓക്കെ, അപ്പം നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഓണർ താമസിക്കുന്നത്. നമുക്ക് ഉള്ളിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ സിന്ദ്ര എന്ന് പറയുന്ന ഇവിടെ അടുത്ത് ലിസബണിൻ്റെ അടുത്തുള്ള ഒരു മനോഹരമായ ഒരു ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. അവിടെ കുറേ അധികം കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് കാറെടുത്ത് നേരെ പോകേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.